ആശ്രയത്വമായിരുന്നു ആ കൈകൾ. പക്ഷേ പക്ഷെ എവിടെയാണ് തനിക്ക് വീണ്ടും പിഴച്ചത്? ഗിരിയേട്ടന്റെ മനസ്സിലേക്ക് അസ്വസ്ഥതയുടെ കരുനീൾ വീഴ്ത്തിയത് ആരാണ്? നീ എന്താ കരുതിയത്? നിന്റെ ഉള്ളിലിരിപ്പ് ആരും അറിയില്ലെന്നോ? എല്ലാവരിൽ നിന്നും എല്ലാം മറച്ചു വയ്ക്കാവുന്നു. ഞാൻ അമ്മയാവുന്നത് ഗിരിയേട്ടന് ഇഷ്ടമല്ല. മക്കളുടെ ഇത്തരം വിഷയങ്ങൾ ഗാർഡിയൻസ് ഇടപെടുന്നത് അത്ര നല്ല ഹാബിറ്റ് ആണെന്ന് എനിക്ക് തോന്നുന്നില്ല. തണുത്തിട്ട് പോയി. കാപ്പി. മഞ്ഞു വേണ്ടി തുടങ്ങിയിട്ടേ ഉള്ളൂ. എന്തോ ഒരു തണുപ്പ്. ഓ, അത്രയ്ക്കൊന്നും തോന്നുന്നില്ല. എന്ത് രസം ഇവിടെ. ഞാൻ ഇതൊക്കെ സിനിമയിൽ മാത്രമേ കണ്ടിട്ടുള്ളൂ ശ്യാമേട്ട. അതെ, എന്താ തന്റെ ഉദ്ദേശം? മഞ്ഞും വെയിലും കടൽക്കാറ്റും കൊണ്ട് അസുഖം കൂട്ടാനാ? എനിക്കൊരു അസുഖവും ഇല്ല. ശ്യാമേട്ടൻ പറഞ്ഞു പറഞ്ഞ് അങ്ങനെ ആക്കാതിരുന്നാ മതി. ഓഹോ, ഇപ്പൊ കുറ്റം എന്റേതായി അല്ലേ? പിന്നെ അല്ലാതെ. ശ്യാമേട്ടൻ നിർബന്ധിച്ചോണ്ടല്ലേ ഞാൻ വന്നത്. ഇനി എന്തു വന്നാലും ശ്യാമേട്ടൻ തന്നെ സഹിച്ചോണ്ടാ മതി. വിധിയുടെ ക്രൂരഭാവങ്ങൾ കണ്ട് ഭയന്നുപോയ നാളുകളിൽ, ദുരന്തങ്ങൾ ഓരോന്നായി കണ്ട് പകച്ചുപോയ ആ ദിനങ്ങളിൽ, ഇനി ഒരിക്കലും ഒരു ജീവിതം മോഹിക്കുവാനും സ്വപ്നങ്ങൾ നെയ്തുകൂട്ടുവാനുമൊന്നും അവകാശമില്ലാത്തവളാണ് താനെന്ന തിരിച്ചറിവുകളോടെ മനസ്സിനെ സ്വയം പറഞ്ഞ് തിരുത്തുവാൻ തുടങ്ങി. ആ നേരത്ത് നനച്ചിരിക്കാതെയാണ് ഗിരിയേട്ടൻ വന്ന് കയറിയത്. സ്നേഹമായിരുന്നു ആ സാന്നിധ്യം, സാന്ത്വനമായിരുന്നു ആ സ്പർശം, ആശ്രയത്വമായിരുന്നു ആ കൈകൾ. പക്ഷെ എവിടെയാണ് തനിക്ക് വീണ്ടും പിഴച്ചത്? നിറയെ തമാശകളുമായി ആർത്തുല്ലസിച്ച് ജീവിച്ചു തുടങ്ങിയ ഞങ്ങൾക്ക് എവിടെയാണ് താളം പിഴച്ചു തുടങ്ങിയത്? പെട്ടെന്നായിരുന്നില്ലേ ഗിരിയേട്ടന്റെ മാറ്റം? ഗിരിയേട്ടന്റെ മനസ്സിലേക്ക് അസ്വസ്ഥതയുടെ കരുനീൾ വീഴ്ത്തിയത് ആരാണ്? അത് ഞാൻ തന്നെ ആയിരിക്കൂ? എങ്കിൽ എവിടെ വെച്ച്, എങ്ങനെ? എത്ര ആലോചിച്ചിട്ടും അതിനൊരു ഉത്തരം കണ്ടെത്താൻ കഴിയുന്നില്ലല്ലോ ദൈവമേ. രേണുക, അവൾ ജീവിച്ചിരിക്കുന്നുണ്ടാവോ? അത് എല്ലാവരും കരുതുന്നത് പോലെ അവൾ മരിച്ചിട്ടുണ്ടാവുമോ? എങ്കിൽ അവളുടെ ഉദരത്തിൽ പേറിയ ആ കുഞ്ഞും ശ്യാമേട്ടന്റെ കുഞ്ഞായിരുന്നു. അത് ഞങ്ങളുടെ ചോര. എന്നിട്ടും എല്ലാത്തിനും കാരണക്കാരി ഞാനായിരുന്നില്ലേ? മനഃപൂർവ്വമായിരുന്നില്ലെങ്കിലും ശ്യാമേട്ടന്റെയും രേണുകയുടെയും വേർപിരിയലിന് ഉത്തരവാദി ഞാൻ മാത്രമായിരുന്നില്ലേ? ആ ശാപം, രേണുകയുടെയും കുഞ്ഞിന്റെയും ആ കൊടും ശാപം, അതാണ് തന്നെ വേട്ടയാടുന്നെന്ന് തോന്നുന്നു. രേണുകയുടെയും ശ്യാമേട്ടന്റെയും ജീവിതത്തിൽ സംഭവിച്ച അതേ കറുത്ത അധ്യായം തന്നെ തന്റെയും ഗിരിയേട്ടന്റെയും ജീവിതത്തിലും ആവർത്തിക്കാൻ തുടങ്ങിയാണ്. അറിയില്ല, എനിക്കൊന്നും അറിയില്ല. നിൽക്കേ. നീ എന്താ കരുതിയത്? നിന്റെ ഉള്ളിലിരിപ്പ് ആരും അറിയില്ലെന്നോ? എല്ലാവരിൽ നിന്നും എല്ലാം മറച്ചു വയ്ക്കാവുന്നു. എന്നാൽ നിനക്ക് തെറ്റിപ്പോയി. നിന്റെ ഉദ്ദേശം ഇവിടെ നടക്കാൻ പോകുന്നില്ല. ഞാൻ വേണ്ട, ഒരക്ഷരം മിണ്ടി പോരുത്. കള്ളിയാണ് നീ, പേരും കള്ളി. എന്താ ഇങ്ങനെയൊക്കെ? ഞാൻ എന്ത് ചെയ്തു? നീ ഒന്നും ചെയ്തില്ലേ? ഈ അപ്പുക്കുട്ടൻ നായര് ഒരു അപ്പൂപ്പൻ കുട്ടൻ നായരാകാൻ പോകുന്ന കാര്യം നീ എന്നിൽ നിന്നും മറച്ചു വെച്ചില്ലേ?
മൈ ഹാർട്ടി കൺഗ്രാറ്റുലേഷൻസ് ഡിയർ ഡോക്ടർ. അതിലുപരി ഹൃദയം നിറഞ്ഞ നന്ദി. എൻ്റെ മോൾ എനിക്ക് പ്രൊമോഷൻ തന്നിരിക്കുകയല്ലേ, അച്ഛനിൽ നിന്നും അപ്പൂപ്പനിലേക്ക്. ഇനി മുതൽ വെറും അപ്പുക്കുട്ടൻ നായരല്ലോ, അപ്പൂപ്പൻ കുട്ടൻ നായരല്ലേ. അപ്പൂപ്പൻ കുട്ടൻ നായർ. അങ്കിളിന്റെ എക്സ്പ്രഷൻസ് കണ്ട് മോൾ ആദ്യം വണ്ടറടിച്ചു പോയല്ലേ. കഞ്ചനാമ്മയെ പോലെ അങ്കിള് തുടങ്ങിയെന്ന് കരുതി പേടിച്ചു പോയല്ലേ. അങ്കിളിന് പ്രസാദം വേണ്ടേ? ഇതിൽ കൂടുതൽ എന്ത് പ്രസാദമാണ് മോളെ നീ എനിക്ക് തരാനുള്ളത്? എന്നാലും ശരി, മനസ്സ് നിറയെ പ്രസാദം കൊണ്ട് മുഴുക്കാപ്പ് ചാർത്തിയിരിക്കുകയാണെങ്കിലും നെറ്റിയിലും കിടക്കട്ടെ ഒരല്പം പ്രസാദം. എൻ്റെ മോള് കൊണ്ടുവന്നതല്ലേ. ആ, കുളിച്ചിട്ടും പല്ല് കഴിച്ചിട്ടും ഒന്നുമില്ല, അതുകൊണ്ട് കുഴപ്പമൊന്നുമില്ലല്ലോ. ആ, എന്ത് കുഴപ്പമല്ലേ? ഗിരിയേട്ടൻ പോവാനൊരുങ്ങി കാണും. ആ, അതെന്ത് പോക്കാ മോളെ, നില്ല്. അല്ല, ഞാനൊരുത്തൻ ഇവിടെ ഇങ്ങനെ കിടന്ന് ആഹ്ലാദിക്കുകയും പൊട്ടിച്ചിരിക്കുകയൊക്കെ ചെയ്യുമ്പോൾ അതിലൊന്ന് ഷെയർ ചെയ്യുക പോലും ചെയ്യാതെ ഇങ്ങനെ മുങ്ങാൻ ശ്രമിക്കുന്നത് ശരിയാണോ? ഇന്ന് നമുക്കിവിടെ ഒരു സദ്യ ഒരുക്കണ്ടേ? പായസവും പപ്പടവും ഒക്കെ ആയിട്ട് അടിപൊളി സദ്യ. ഇന്ന് ഞാൻ വയറ് നിറച്ച് പായസം കുടിച്ചിട്ട് തന്നെ കാര്യം. ഡയബറ്റീസ് മണ്ണാങ്കട്ടയൊക്കെ പോയി തൊലയാൻ പറ. എന്താ മോളെ, നിനക്കെന്താ ഒരു മൂടില്ലാത്ത പോലെ? അമ്മയാൻ പോകുന്നതിന്റെ ജാടയാ. എന്താ മോളെ, നീ എന്തിനാ കരയുന്നേ? എന്താ പറ്റിയത്? പറ മോളെ, നിനക്ക് എന്താ പറ്റിയത്? അങ്കിളുടെ ആഗ്രഹം നടക്കില്ലെങ്കിൽ ഞാൻ അമ്മയാവുന്നത് ഗിരിയേട്ടന് ഇഷ്ടമല്ല. മോൾ എന്താ ഈ പറയുന്നത്? അബോട്ടേണെന്ന് ഗിരിയേട്ടൻ പറയുന്നത്. ഗിരി, ഞാൻ കേട്ടത് സത്യമാണോ? അച്ഛനെന്താ കേട്ടത്? ശാലിനി എന്നോടെല്ലാം പറഞ്ഞു. ഒരു മുത്തച്ഛനാകാൻ പോകുന്നുവെന്ന് സന്തോഷ വാർത്ത കേൾക്കാനായി ഓരോ നിമിഷവും കാതോർത്തിരുന്നവനാണ് ഞാൻ. ആദ്യം ഗംഗയിൽ നിന്നാണ് ഞാനിത് പ്രതീക്ഷിച്ചിരുന്നതെങ്കിലും അവളുടെ രോഗാവസ്ഥ എന്നെ വല്ലാതെ ആശങ്കപ്പെടുത്തിയിരുന്നു. ഒടുവിൽ നനച്ചിരിക്കാതെ നീ എനിക്ക് ആ സൗഭാഗ്യം തരാൻ പോകുന്നു കേട്ടപ്പോൾ മതിമറന്ന് ആഹ്ലാദിച്ചു പോയി ഞാൻ. പക്ഷെ ശാലുമോൾ പൊട്ടിക്കരഞ്ഞുകൊണ്ട് എന്നോടത് പറഞ്ഞപ്പോൾ ഇല്ല മോനെ, ഞാനത് വിശ്വസിക്കുന്നില്ല. ദൈവത്തിന് നിരക്കാത്ത തീരുമാനങ്ങളൊന്നും നീ കൈക്കൊള്ളില്ലെന്ന് എനിക്ക് ഉറപ്പുണ്ട്. എനിക്ക് പോകാൻ സമയമായി. ഇനി നിന്ന് ഓഫീസിൽ എത്താൻ ലേറ്റാവും. നീ എസ്കേപ്പ് ചെയ്യാൻ ശ്രമിക്കുകയാണോ? അപ്പൊ ഞാൻ കേട്ടതൊക്കെ സത്യമാണല്ലേ? കള്ളന്മാരെ പോലെ തല കുനിച്ചിരിക്കാതെ മുഖത്ത് നോക്കടാ. അച്ഛനിപ്പോ എന്താ വേണ്ടത്? ഇതൊക്കെ ഞങ്ങളുടെ പേഴ്സണൽ കാര്യങ്ങളാ. മക്കളുടെ ഇത്തരം വിഷയങ്ങൾ ഗാർഡിയൻസ് ഇടപെടുന്നത് അത്ര നല്ല ഹാബിറ്റാണെന്ന് എനിക്ക് തോന്നുന്നില്ല. നീ എന്താടാ പറഞ്ഞത്? മക്കളുടെ സ്വകാര്യതകൾ ചെയ്യുന്ന ഒരു കൾച്ചറൽസ് ഫെലോ ആണ് ഞാനെന്നോ? അച്ഛൻ എന്തിനാ ആവശ്യമില്ലാത്ത അർത്ഥങ്ങളൊക്കെ ഇതിന് കാണുന്നത്? പിന്നെ എന്താടാ നീ പറഞ്ഞതിന്റെ അർത്ഥം? നിന്റെ പേഴ്സണൽ കാര്യങ്ങളിൽ ഇടപെടുന്നത് മോശം ഹാബിറ്റാണെന്ന് പറഞ്ഞ പിന്നെ എന്തർത്ഥമാണ് ഞാനതിന് കൽപ്പിക്കേണ്ടത്? അച്ഛനോട് തർക്കിക്കാൻ ഞാനില്ല. മോനെ, നീ ഒരു കാര്യം മനസ്സിലാക്കണം. മക്കളെ പഠിപ്പിച്ച് വളർത്തി വലുതാക്കി ഉദ്യോഗവും വാങ്ങിക്കൊടുത്ത് അവരെ വിവാഹം കഴിപ്പിക്കുന്നതോടെ തീരുന്നതല്ലട അച്ഛനമ്മമാരുടെ അവകാശങ്ങൾ. പിന്നെയും ചിലത് കൂടി ബാക്കിയുണ്ട്. അതിൽ പ്രധാനമാണ് പേരക്കുട്ടികൾക്ക് വേണ്ടിയുള്ള അവരുടെ കാത്തിരിപ്പ്. മക്കളോടെന്ന പോലെ തന്നെ പേരക്കുട്ടികളോടുമുണ്ട് അവർക്ക് ചില കടമകൾ. അതൊന്നും പറഞ്ഞാൽ നിനക്കിപ്പം മനസ്സിലാവില്ല. അതിനി അവസരങ്ങളുണ്ടല്ലോ. തൽക്കാലം അച്ഛനാവാനുള്ള മാനസിക പക്വതയൊന്നും എനിക്കായിട്ടില്ല. ഇതെന്റെ ഡിസിഷനാ. ഇത് നടക്കുക തന്നെ ചെയ്യും. അതൊരിക്കലും നടക്കില്ല. അങ്ങനെയാണെങ്കിൽ ഈ അപ്പുക്കുട്ടനാരോടൊന്ന് പടിയിറങ്ങണം, അല്ലെങ്കിൽ മരിക്കണം. നീ എന്നെ തോൽപ്പിക്കാനുള്ള പുറപ്പാടാണല്ലേ? ഞാനോ? ഭാര്യ ഭർത്താക്കന്മാർ തമ്മിലുള്ള സ്വകാര്യ ബന്ധങ്ങളുടെ കഥകൾ മറ്റുള്ളവരോട് കൊട്ടിഘോഷിക്കുന്നത് ഒരുമാതിരി ചേരി താമസിക്കുന്ന അഴുക്ക് പെണ്ണുങ്ങളുടെ സ്വഭാവമാണ്. എന്താ ഗിരിയേട്ടാ ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നേ? പിന്നെ ഞാൻ എങ്ങനെ സംസാരിക്കണോടി? നിന്റെ ഈ പൊട്ടങ്ങളെ എന്നോട് വേണ്ട. ഗിരിയേട്ടാ മിണ്ടരുത് നീ.
നിന്റെ ഗർഭത്തിന് ഉത്തരവാദി ഞാനാണെങ്കിൽ അതിനെ കൊല്ലുകയോ വളർത്തുകയോ എന്ത് ചെയ്യണമെന്ന് തീരുമാനിക്കുന്നത് ഞാനാ. അതിനെനിക്ക് മറ്റാരുടെ അനുവാദം ആവശ്യമില്ല. ഗിരീട്ട, ഞാൻ അമ്മാവ് ചോദിച്ചപ്പോ അറിയാതെയാണല്ലേ? അച്ഛന്റെ ശകാരം കൂടി എനിക്ക് വാങ്ങി തന്നപ്പോ നിനക്ക് തൃപ്തിയായല്ലോ അല്ലേ? മതി. ഇതുവരെ ഞാനൊരു ഉറച്ച തീരുമാനം എടുത്തിരുന്നില്ല. എന്നാൽ ഇപ്പൊ ഈ നിമിഷം ഞാനത് ഉറപ്പിച്ചിരിക്കുന്നു. നിന്റെ ആഗ്രഹം നടക്കാൻ പോകുന്നില്ലടി. ഇനി ഒരിക്കലും നീ അത് മോഹിക്കാൻ വേണ്ട. ഗിരീട്ട, വേണ്ട ഗിരീട്ട, എന്നോട് ക്ഷമിക്കണം. എനിക്ക് മാപ്പ് തരണം. നമ്മുടെ കുഞ്ഞിനെ നമുക്ക് വേണം ഗിരീട്ട. അതിനെ നശിപ്പിക്കരുത്. ഇല്ല, നിനക്കിനി അതിനുള്ള അർഹതയില്ല. ഞാൻ തീരുമാനിച്ചു കഴിഞ്ഞു. ഗിരി ആരുടെ മുമ്പിൽ തോക്കാൻ പോകുന്നില്ല. ആരും അതിന് ശ്രമിക്കാൻ വേണ്ട. ഗിരീട്ട, പിന്നെ അച്ഛനോട് പറഞ്ഞിരിക്കട്ടെ, ഇനി ഇത് ശ്യാമേട്ടനോടോ മറ്റോ കൊട്ടിക്കൊഴിക്കാൻ ശ്രമിച്ചാൽ കുഞ്ഞിനെ മാത്രമല്ല നിന്റെ കാര്യത്തിൽ പോലും എനിക്ക് ചില തീരുമാനങ്ങൾ എടുക്കേണ്ടി വരും. ഗിരീട്ട, അച്ഛാ, പുകഞ്ഞു തുടങ്ങി. ഇനി മെല്ലെ ഒന്ന് ഊതി കൊടുത്താ മതി. ആളി കത്തിക്കൊള്ളും. അതീ കഞ്ചനേറ്റു. മമ്മി ഓരോരോ കാര്യങ്ങൾ പറയുമ്പോ ചിലപ്പോഴൊന്നും മോക്കുപോലും അത് പിടിക്കാറില്ലല്ലോ. ഇപ്പൊ കാണുന്നില്ലേ ഇവിടുത്തെ ഓരോരോ പ്രശ്നങ്ങള്? എത്ര നല്ല സ്വഭാവമുള്ളൊരു ചെക്കനായിരുന്നു നമ്മുടെ ഗിരി. ചിരിയും കളിയും വർത്തമാനവും എല്ലാം ആയി ഓടിച്ചാടി നടന്നിരുന്നവനാ. ഇപ്പൊ കണ്ടില്ലേ, ഒരുമാതിരി ചെകിത്താൻ കൂടിയ മാതിരിയായി. ഓ മമ്മി, ഒന്ന് പതുക്കെ. ഒക്കെ ആ പെണ്ണിന്റെ സ്വഭാവദോഷം കൊണ്ടാ. ജാതകദോഷം അല്ലാതെന്താ? ഞാൻ വല്ലതും പറഞ്ഞ അത് പോരു പറച്ചലായിട്ട് ഇവിടെ എല്ലാവർക്കും തോന്നും. ഇപ്പോ അനുഭവത്തിൽ വന്നപ്പോ എല്ലാവർക്കും മനസ്സിലായല്ലോ. ഇനിയെങ്കിലും വേണ്ടത് ചെയ്ത വലിയ വലിയ ദോഷങ്ങളിൽ നിന്നെങ്കിലും രക്ഷപ്പെടാം. അല്ലെങ്കിൽ ഈ കുടുംബം തന്നെ മുടിയും. ഓ, ഈ മമ്മി ഒന്ന് മിണ്ടാതിരിക്കുന്നുണ്ടോ? നീ എന്തോന്നായി വായിക്കുന്നത്? ഞാൻ പറയുന്നൊന്നും നീ കേട്ടില്ലേ? എന്ത്? പിന്നെ ഞാൻ ഇത്ര നേരം വായിച്ചടിച്ചത് എന്തിനാ? ആ, മമ്മി എന്താ പറഞ്ഞത്? ഇപ്പൊ പറയാൻ മനസ്സില്ല. പെണങ്ങല്ലേ എന്റെ കാഞ്ചന സിംഗെ. ഞാൻ റീഡിംഗിൽ ഇൻവോൾവ് ആയി പോയതുകൊണ്ടല്ലേ മമ്മി. മമ്മി ഈ പുസ്തകം വായിച്ചിട്ടുണ്ടോ? ജോൺ ലൂയിസിന്റെ ഷോർട്ട് സ്റ്റോറീസ്. ഇതിലൊരു കഥയുണ്ട്. ഇതിന്റെ ഓതർ എന്നെ കണ്ടുകൊണ്ടാണോ അത് എഴുതിയിരിക്കുന്നതെന്ന് എനിക്കിപ്പോ തോന്നിപ്പോകുന്നു.
നിക്കോളാസ് എന്ന ഭൂവുടമ യാദൃശ്ചികമായി ഒരു ബംഗാളി സ്ത്രീയുമായി അടുപ്പത്തിലാവുന്നു. വിധവയായ ബംഗാളി സ്ത്രീക്ക് ഒരു മകളുണ്ട്, ലോറ, ലൈക്ക് മീ. ഭാര്യ മരിച്ചുപോയ ആ ഭൂവുടമയ്ക്ക് 2 മക്കളുണ്ടായിരുന്നു. ലോറയെ അയാൾ സ്വന്തം മകളെ പോലെയും അയാളുടെ മക്കൾ അവളെ സ്വന്തം സഹോദരിയെ പോലെയൊക്കെ തന്നെയായിരുന്നു കണ്ടിരുന്നത്. എന്നാൽ ഒരു ദിവസം നിക്കോളാസ് കൊല്ലപ്പെടുന്നു. അതോടെ അയാളുടെ മക്കളുടെ സ്വഭാവം പാടെ മാറുന്നു. അവർ സ്വത്തുക്കൾക്ക് വേണ്ടി തമ്മി തല്ലുന്നു. അതിനിടയിൽ കടന്ന് ആ ബംഗാളി സ്ത്രീയും അവരുടെ മകൾ ലോറയും ഞെരിഞ്ഞമരുന്നു. ഒടുവിൽ ആ അമ്മയും മകളും കൈപിടിച്ച് തെരുവിലേക്ക് ഇറങ്ങുന്നു. ആ യാത്രയിൽ ലോറയ്ക്ക് അവളുടെ അമ്മയെ നഷ്ടമാവുന്നു. പാവം ലോറ. പകച്ചു നിന്നു പോകുന്ന അവളെ സമൂഹത്തിന്റെ കഴുകൻ കണ്ണുകൾ തുറച്ചു നോക്കുന്നു. അവയുടെ ചിറകടികൾ കേട്ട് ലോറ നടുങ്ങുന്നു. ചുപ് രഹോ ബേട്ടാ. ഞാൻ പറഞ്ഞത് ശരിയല്ലേ മമ്മി? ഈ കഥയ്ക്ക് നമ്മുടെ ജീവിതവുമായി നല്ല ബന്ധമില്ലേ? ഇനി ഒടുവിൽ ലോറയെ പോലെ ഞാനും. നീ ഒന്നും മിണ്ടാതിരിക്കുന്നുണ്ടോ? ആരെങ്കിലും എന്തെങ്കിലുമൊക്കെ വിഡിത്തരങ്ങൾ എഴുതി വെച്ചത് വായിച്ചിട്ട് വെറുതെ. കഥ കേട്ട് മമ്മി പേടിച്ചു പോയല്ലേ? ലോറയുടെ അമ്മയുടെ വിധി നമുക്ക് വന്നാലെന്ന് മമ്മിക്ക് ടെൻഷൻ. അത് വെറും കഥയല്ലേ മമ്മി? അല്ല, അത് വെറും ഒരു കഥയല്ല. അതിൽ വാസ്തവമുണ്ട്, ഒരു മുന്നറിയിപ്പുണ്ട്. കാഞ്ചനക്കും മകൾക്കും അബദ്ധങ്ങൾ പറ്റാൻ പാടില്ല.